السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന കിതാബിലടങ്ങിയിട്ടുള്ള അഅ്മാലുൽ ഖുലൂബ്, ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച അൽ-ഇക്സീർ എന്ന കിതാബാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ മൻസിലത്തുകളായിട്ട് നമ്മൾ പറയുന്നിടത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് മൻസിലത്തു തദക്കുർ, മൻസിലത്തുൽ ഇനാബ, മൻസിലത്തു തൗബയ്ക്ക് ശേഷം മൻസിലത്തുൽ ഇനാബയാണ് നാം വായിച്ചത്. അതിലെന്താണ് ഇനാബത്ത്, അതുപോലെ ഇനാബത്തിൻ്റെ ഇനങ്ങൾ, ഒരാൾ മുനീബാകണമെങ്കിൽ, ഇനാബത്ത് നടത്തിയവനാണെങ്കിൽ അവനുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, സിദ്ഖുൽ ഇനാബയുടെ, ഒരാളുടെ ഇനാബത്ത് സത്യസന്ധമാണ് എന്നതിൻ്റെ അടയാളങ്ങൾ, അതിന് വ്യക്തമാക്കാൻ വേണ്ടി നഫ്സിൻ്റെ 3 ഇനങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്, വമിൻ അലാമാത്തിൽ ഇനാബ, ഇനാബത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, അഥവാ ഒരാൾ ഇനാബത്ത് ചെയ്തു അല്ലെങ്കിൽ ഇനാബത്ത് നടത്തിയിട്ടുണ്ട്, മുനീബാണ് എന്നതിൻ്റെ അടയാളങ്ങൾ, തർക്കുൽ ഇസ്തിഹാനത്തി ബി അഹ്ലിൽ ഗഫ്ല വൽ ഖൗഫ് അലൈഹിം, അശ്രദ്ധയിൽ നിൽക്കുന്ന ആളുകൾ, അഥവാ അത്ര യഖ്ളത്തിലല്ലാതെ ദീനിയായിട്ടുള്ള ജീവിതം നയിക്കുന്നതിൽ അത്ര ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായി പോയിട്ടുള്ള ആളുകളെ പുച്ഛിക്കുന്നത് അവൻ ഒഴിവാക്കും. അതായത് ഒരാൾ മുനീബായി കഴിഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധയിൽ ജീവിക്കുന്ന ആളുകളോട് ഒരു പുച്ഛം ഉണ്ടാവുമല്ലോ. സാധാരണ ആളുകൾക്ക്, സാധാരണ മുത്തദയ്യിനായിട്ടുള്ള ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതല്ലാത്ത ആളുകളോട് ആ നിലക്കൊരു പുച്ഛം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ദേഷ്യം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ ഒരു വെറുപ്പും കോപമൊക്കെ ഉണ്ടാവും. പക്ഷേ യഥാർത്ഥ ഇനാബത്ത് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആ പുച്ഛിക്കുന്നത് അവൻ ഒഴിവാക്കും. വൽ ഖൗഫ് അലൈഹിം, അതുപോലെ തന്നെ അവരുടെ മേലെ ഒരു പേടി ഉണ്ടാവുകയും ചെയ്യും. ഒരു അവസ്ഥ എന്താവും എന്നുള്ള ഒരു പേടിയാണ് പിന്നെ ഉണ്ടാവുക. മഅ ഫത്ഹിക ബാബർ റജാഇ ലിനഫ്സിക്, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, നീ ഒരു മുനീബാണ് എങ്കിൽ, നീ ഇനാബത്ത് ചെയ്തവനാണ് എങ്കിൽ നിനക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാകും, നിനക്ക് നിൻ്റെ സ്വന്തത്തിൽ അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാകും. ഫതർജൂ ലിനഫ്സിക റഹ്മ, നീ നിൻ്റെ സ്വന്തത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും ചെയ്യും. അഥവാ തെറ്റ് സംഭവിച്ചു, തൗബ ചെയ്ത് മടങ്ങി അടുത്ത സ്റ്റെപ്പാണ് ഇനാബത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷ ഒക്കെ ഉണ്ടാകും നിനക്ക്. വതഖ്ശ അല അഹ്ലിൽ ഗഫ്ലത്തി നിഖ്മ, അതോടൊപ്പം നിനക്കുണ്ടാവും എന്താണ്, അശ്രദ്ധയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹിൻ്റെ കോപം ഉണ്ടാവുമല്ലോ, അവർക്ക് അള്ളാഹിൻ്റെ ശിക്ഷ ഉണ്ടാവുമല്ലോ എന്നുള്ള പേടി ഉണ്ടാവും. വലാക്കിൻ, പക്ഷേ നീ ഉണ്ടാകേണ്ട യഥാർത്ഥ അവസ്ഥ, അല്ലെങ്കിൽ നിൻ്റെ ഇനാബത്ത് ശരിയാകുമ്പോൾ നിനക്കുണ്ടാകേണ്ടത് ഉർജുലഹുമുർ റഹ്മ, അവർക്കും നീ കാരുണ്യം പ്രതീക്ഷിക്കണം, അവർക്കും നീ കാരുണ്യം പ്രതീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. വഖ്ശ അലാ നഫ്സിക നിഖ്മ, നിൻ്റെ സ്വന്തത്തിൽ ആ പേടിയും ഉണ്ടായിരിക്കണം, നിൻ്റെ സ്വന്തത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുമോ എന്നുള്ള പേടിയും ഉണ്ടായിരിക്കണം. അതായത് പൊതുവെ ആളുകൾക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥയാണത്. സാധാരണ ദീനസ് ജീവിക്കുന്ന ആളുകൾക്ക്, പിന്നെ അവരെ അമാലുകൾ ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക്, മറ്റുള്ള ആളുകളോട് ദീനനുസരിക്കാത്ത അള്ളാഹുവിൻ്റെ ഹുർമത്തുകളെ ഇല്ലാതാക്കുന്ന, അത് ശ്രദ്ധിക്കാത്ത ആളുകളോട് ഒരു വെറുപ്പും ദേഷ്യം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, അത് ഉണ്ടാവണം, പറയുന്നുണ്ട്. പക്ഷേ ഇനാബത്തിൻ്റെ ആ മർത്തബ, ആ മൻസിലത്ത് യഥാർത്ഥ രൂപത്തിലാണ് എങ്കിൽ സ്വന്തത്തിൽ പ്രതീക്ഷ വെക്കുന്നത് പോലെ അവരുടെ മേലെയും ഒരു കാരുണ്യം പ്രതീക്ഷിക്കും. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു തആല ഹിദായത്തിലേക്ക് വഴി കാണിക്കുന്നുണ്ടാവും.
അതുപോലെ സ്വന്തത്തിൽ അള്ളാഹു എനിക്ക് പുറത്തു തന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടൊപ്പം എന്തുണ്ടാകും, എനിക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുമോ എന്നുള്ള പേടിയും ഉണ്ടാകും. ഉറപ്പാണ് നിനക്ക് എന്തായാലും അവരോടൊരു പുച്ഛവും അവരോടൊരു വെറുപ്പും കോപമൊക്കെ ഉണ്ടാവും അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ ധിക്കരിക്കുന്ന ആളുകളോട്. ലിൻകിഷാഫി അഹ്വാലിഹിം ലഖ്, അതുണ്ടാവുന്ന എന്തുകൊണ്ടാണ്? നിനക്ക് ആ കാര്യം ഉണ്ടാവണമെന്ന് അവരുടെ അവസ്ഥ നിനക്ക് തുറന്ന് കാണിക്കപ്പെട്ടുകൊണ്ടാണ്. അഥവാ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളുടെ അവസ്ഥ നിനക്ക് കാണിക്കപ്പെട്ടതുകൊണ്ടും നിനക്ക് അറിയുന്നത് കൊണ്ടുമാണ് അവരോടൊരു പുച്ഛം ദേഷ്യമൊക്കെ നിനക്ക് ഉണ്ടാവുന്നത്. വറുഇയതിമാഹും അലൈഹി, അവരേത് അവസ്ഥയിലാണ് എന്ന് നീ കാണുന്നതുകൊണ്ടും. അതായത് വേറൊരാൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളാണ്, അള്ളാഹുവിനെ അനുസരിക്കാത്ത ആളാണ് എന്നൊക്കെ നീ കാണുന്നത് കൊണ്ടും അത് നിൻ്റെ മുമ്പിൽ വെളിവായതുകൊണ്ടാണ് അവരോട് ഈ പുച്ഛം കോപമൊക്കെ ഉണ്ടാകുന്നത്. ഫക്കുൻ ലിനഫ്സിക അശദ്ദ മഖ്തൻ മിൻക ലഹും, നീ നിൻ്റെ സ്വന്തത്തിനോട് എന്ത് വേണം, നിന്നിൽ നിന്ന് അവരുടെ മേലെ ഉണ്ടാകുന്നതിനേക്കാൾ ഒരു ദേഷ്യവും കോപവും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുത്തുന്ന അവസ്ഥ നിൻ്റെ സ്വന്തത്തിന് വേണം. കാരണം നീ ചെയ്യുന്ന തിന്മകൾ എന്താണെന്ന് നിനക്കേ അറിയുള്ളൂ. നീ എന്തെല്ലാം തിന്മകളാണ് ചെയ്തത്, അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയ ആളാണ് നീ എന്ന ബോധം നിനക്കേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള ആളുകളുടെ വെളിവായത് കൊണ്ടാണ് അവരോട് ഈ പുച്ഛവും വെറുപ്പൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നിൻ്റെ കാര്യത്തിനെക്കുറിച്ച് ഏറ്റവും ഈ ദേഷ്യവും കോപവും ശിക്ഷയെക്കുറിച്ചുള്ള ഭയം ഉണ്ടാവുന്നത് നിനക്കാണ്. വകുൻ അർജാലി റഹ്മത്തില്ലാഹി മിൻക ലിനഫ്സിക്, അതുപോലെ തന്നെ നിൻ്റെ സ്വന്തത്തിനോട് ഉണ്ടാകുന്ന കാരുണ്യത്തിൻ്റെ പ്രതീക്ഷയേക്കാൾ നിനക്ക് അവരോട് എന്തുണ്ടായിരിക്കണം, പ്രതീക്ഷ ഉണ്ടാവുകയും വേണം. അഥവാ നിനക്ക് നിൻ്റെ മേലെ പ്രതീക്ഷ ഉണ്ടാവണം, പക്ഷെ എന്ത് വേണം, ഈ കോപവും വെറുപ്പുണ്ടാകുന്ന അവസ്ഥയുണ്ടാകണം. അത് ബാക്കിയുള്ളവരോടുള്ള പോലെ തന്നെ. ഖാല ബഅദു സലഫുകൾ ചില പറയാറുണ്ട്, ലൻ തഫ്ഖഹ കുല്ലൽ ഫിഖ്ഹി ഹത്താ തംഖുതൽ ഖൽഖ ഫീ ദാത്തില്ലാഹ്, നീ യഥാർത്ഥ രൂപത്തിൽ ദീനിൽ അവഗാഹമുള്ളവനാവുകയില്ല ഏതുവരെ, സൃഷ്ടികളോട് അള്ളാഹുവിന് വേണ്ടി നിനക്കൊരു കോപവും ദേഷ്യം ഉണ്ടാകുന്നവരെ. അഥവാ അവർ അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെ ധിക്കരിക്കുമ്പോൾ ആ ഒരു കോപവും ആ ഒരു ദേഷ്യവും ഉണ്ടാകുന്നവരെ. ثم تقبل على نفسك فتكون لها أشد مقتا, അത് മാത്രം പോരാ, അതിനുശേഷം നീ നിൻ്റെ കാര്യം നോക്കുമ്പോൾ നിനക്ക് അവരോട് തോന്നിയതിനേക്കാൾ ദേഷ്യവും കോപവും നിൻ്റെ സ്വന്തത്തിനോട് തോന്നുന്ന അവസ്ഥയിലാകുന്നവരെ. അതായത് സ്വന്തത്തിൻ്റെ കുറവിനെക്കുറിച്ചുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം, എന്നാലേ ഇനാബത്ത് ശരിയാവുകയുള്ളൂ. അധികം ആളുകളും തൗബ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ്റെ തൗബയൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, ഇനി എനിക്കൊരു കുഴപ്പമില്ല എന്ന നിലക്കാണ് ചില ആളുകളുടെ അവസ്ഥ ഉണ്ടാവാറുള്ളത്. അത് വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അവൻ്റെ ഇനാബത്ത് ശരിയായിട്ടുണ്ട് എങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ഉണ്ടാവും, കോപം ഉണ്ടാവും. അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ ധിക്കരിക്കുന്ന ആളുകളോട് കോപവും വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനുശേഷം അവൻ്റെ സ്വന്തത്തേക്ക് നോക്കുമ്പോൾ അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെക്കുറിച്ച് മറ്റവരോടുള്ളതിനേക്കാൾ അവന് സ്വന്തം നഫ്സിനോട് ഒരു ദേഷ്യവും കോപം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴേ യഥാർത്ഥ ഫിഖ് നീ നേടുകയുള്ളൂ, അവഗാഹം നീ നേടുകയുള്ളൂ എന്ന് സലഫുകൾ പറയാറുണ്ട്. വമിൻഹ, ഇനാബത്തിൻ്റെ അലാമത്തിൽ അടയാളങ്ങളിൽപ്പെട്ട മറ്റൊരു കാര്യം, അത്തഫ്തീഷു അമ്മാ യശൂബുൽ അഅ്മാൽ മിൻ ഹുദൂദിൻ നഫ്സ്, സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന. എന്തിനെ തൊട്ട്? കർമ്മങ്ങളിൽ കൂടിക്കലരുന്നത്, കർമ്മങ്ങളിൽ ചേർന്ന് വരുന്നത്. എന്ത്? മിൻ ഹുദൂദിൻ നഫ്സ്, നിന്റെ സ്വന്തത്തിൻ്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും സ്വന്തത്തിന് താല്പര്യമുള്ള കാര്യങ്ങളും നിന്റെ കർമ്മങ്ങളിൽ കയറിക്കൂടുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായൊരു പരിശോധന നീ നടത്തിക്കൊണ്ടിരിക്കണം. അത് കൂടുതൽ പറയുമ്പോൾ വ്യക്തമാകും. തമീസു ഹഖ് റബ്ബി മിൻഹാ മിൻ ഹദ്ദിൻ നഫ്സ്, നിന്റെ നഫ്സ് ആഗ്രഹിക്കുന്നതിനേക്കാൾ, നിന്റെ മനസ്സിച്ഛിക്കുന്നതിനേക്കാൾ അള്ളാഹുവിനോട് വീട്ടിക്കൊടുക്കേണ്ട ഹക്ക എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഒരവസ്ഥ. വലഅല്ല അക്സറഹ ഔ കുല്ലഹ അൻ തകൂന ഹദ്ദൻ ലിനഫ്സിക് വഅൻത ലാ തശ്ഉർ, ചിലപ്പോഴൊക്കെ നീ ചെയ്യുന്ന കർമ്മങ്ങൾ അതിലൊരു ഭൂരിഭാഗവും അല്ലെങ്കിൽ അത് മുഴുവനും നിന്റെ സ്വന്തത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതായത് നമ്മളൊരു അമല് ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനോടുള്ള ഹക്കായിട്ടാണ് വീട്ടിൽ കൊടുക്കേണ്ടത്. ചിലപ്പോൾ ഒരു സൽക്കർമ്മമാണ് ചെയ്യുന്നുണ്ടാവുക, പക്ഷെ അതുകൊണ്ട് നമ്മുടെ സ്വന്തത്തിന് വേറെ പല നേട്ടങ്ങളും ഉണ്ടാകും. അപ്പോൾ ആ കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടുക എന്നുള്ള നിലക്കാവൂല, നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. അത് അങ്ങനെ ആയിപ്പോകുന്ന നീ അറിയുക തന്നെ ഇല്ല. അതിൽ ചില ഉദാഹരണങ്ങൾ പറയുകയാണ് ഇനി എങ്ങനെയാണ് അത് സംഭവം എന്നുള്ളത്.
ഫലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ ഒരു ആരാധനുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാണ്. കം ഫിൻ നുഫൂസി മിൻ ഇലലിൻ വഗ്റാദിൻ, എത്രയെത്ര കുഴപ്പങ്ങളും അല്ലെങ്കിൽ തേട്ടങ്ങളും ന്യൂനതകളുമാണ് നഫ്സുകൾക്കുള്ളത്. വഹുദൂലിൻ തംനഉൽ അഅമാൽ അൻ തകൂന ലില്ലാഹി ഖാലിസതൻ, ഇങ്ങനെയാണ് അവൻ്റെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇഖ്ലാസോട് കൂടിയുള്ളതാകുന്നതിന് തടസ്സമായിക്കൊണ്ട് നഫ്സിൻ്റെ താല്പര്യങ്ങൾ എത്രയാണുള്ളത്. വഅൻ തസില ഇലൈഹി, അള്ളാഹുലേക്ക് കർമ്മം എത്തുന്നതിന് തടസ്സമായിക്കൊണ്ട്. വഇന്നൽ അബ്ദ ലയഅമലുൽ അമല ഹൈസു ലാ യറാഹു ബശറുൻ അൽബത്ത, ചിലപ്പോഴെല്ലാം ഒരടിമ ഒരു കർമ്മം ചെയ്യുന്നുണ്ടാകും, ഒരു സൃഷ്ടിയും അവനെ കാണുന്നുണ്ടാവില്ല, ഒരാളും അവനെ കാണുന്നുണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും കർമ്മം ചെയ്യാം. വഹുവ ഗൈറു ഖാലിസിൻ ലില്ലാഹ്, പക്ഷേ അവന് ഇഖ്ലാസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അവന് ഇഖ്ലാസ് ഇല്ലാതെ അവൻ ഒറ്റക്കായിരുന്നാലും ഒരു കർമ്മം ചെയ്യുന്ന അവസ്ഥയുണ്ടാകാം, കാരണം അവൻ്റെ നഫ്സിൻ്റെ പല തേട്ടങ്ങളുണ്ടാവും. വയഅമലുൽ അമല വൽ ഉയൂൻ ഖദ് ഇസ്തദാറത് അലൈഹി നിതാഖൻ, ചിലപ്പോഴൊക്കെ ഒരാളൊരു അമൽ ചെയ്യും, അവൻ്റെ ചുറ്റുമായിക്കൊണ്ട് ആളുകൾ അത് കാണുന്നുണ്ടാകും, ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടാകും. വഹുവ ഖാലിസുൻ ലിവജ്ഹില്ലാ, പക്ഷെ അവൻ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇഖ്ലാസോട് കൂടി ചെയ്യുന്ന കർമ്മവുമാകും. വലാ യുമയ്യിസു ഹാദാ മിൻ ഹാദാ ഇല്ലാ അഹ്ലുൽ ബസായിർ, ഇത് രണ്ടും തമ്മിലുള്ള വേർതിരിക്കുന്നത് ബസീറത്തുള്ള ആളുകളാണ് അത് വേർതിരിക്കുക. വത്തിബ്ബാഉൽ ഖുലൂബിൽ ആലിമൂന ബി അദ്വാഇഹാ വഇലലിഹാ, അതുപോലെ തന്നെ ഖൽബിൻ്റെ വൈദ്യന്മാർ, ഖൽബിൻ്റെ രോഗങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള വൈദ്യന്മാർ, അതിൽ അറിവുള്ള ആളുകൾ, അതിൻ്റെ രോഗവും അതിൻ്റെ മരുന്നുമെല്ലാം അറിയുന്ന ആളുകൾ, അതിൻ്റെ ശമനവുമെല്ലാം ബോധ്യമുള്ള ആളുകൾ. അതായത് നഫ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പല രീതിയിലുള്ള ഉജ്ബൊക്കെ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. പല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ആരും അറിയാതെ ചെയ്യുന്ന ഒരു ഇബാദത്താണെങ്കിൽ പോലും അത് ഇഖ്ലാസ് ഇല്ലാതായി പോകാനുള്ള സാധ്യതകൾ സ്വന്തം നഫ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇനി എല്ലാ ആളുകളുടെ മുമ്പിലൊക്കെ ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ആരും കാണാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇഖ്ലാസോട് കൂടിയുള്ളതാണ് എന്നാണ്. അത് ഇഖ്ലാസ് കിട്ടാൻ കൂടുതൽ പ്രേരകമേക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൽ പോലും സ്വന്തം നഫ്സിൻ്റെ താല്പര്യങ്ങൾ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം നഫ്സിൽ ഇതുപോലുള്ള ചില തേട്ടങ്ങളുള്ളത് കൊണ്ട് അത് ഇഖ്ലാസ് ഇല്ലാതാകുന്ന അവസ്ഥയുണ്ടാകാം. എന്നാൽ അതേസമയം ആളുകൾക്ക് മുമ്പിൽ ചെയ്യുന്ന ഒരു കർമ്മം ഒരാൾ അങ്ങനെ ചെയ്യുന്നുണ്ട് വിചാരിക്കുക, അയാൾ ആ കർമ്മം ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടു കൂടിയുള്ളതായി തീരുകയും ചെയ്യും. അത് ഖൽബുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മാത്രമാണ്. നിയ്യത്ത് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ സിർറു ബൈനക വബൈന റബ്ബിക്, നിൻ്റെയും നിൻ്റെ റബ്ബിൻ്റെയും ഇടയിലുള്ള രഹസ്യമാണ്. അത് മലക്കുകൾക്ക് പോലും കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾക്ക് പോലും രേഖപ്പെടുത്താൻ സാധിക്കാത്തൊരു കാര്യമാണ് ഇഖ്ലാസും നിയ്യത്തും എന്നീ കാര്യങ്ങൾ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഫബൈനൽ അമലി വബൈനൽ ഖൽബി മസാഫ, അമലും ഖൽബും തമ്മിലൊരു വഴിദൂരമുണ്ട്. അഥവാ ഒരാൾ ബാഹ്യമായി ഒരു കർമ്മം ചെയ്യുന്നു എന്നുള്ളതും അത് ഖൽബിൻ്റെ ഉദ്ദേശം ഇഖ്ലാസും നിയ്യത്തോടു കൂടി ആവുക എന്നുള്ളതിൻ്റെയും ഇടയിൽ ഒരു ദൂരമുണ്ട്, ഒരു വഴിദൂരമുണ്ട്. വഫീ തിൽക്കൽ മസാഫ ഖുത്താഉൻ തംനഉ വുസൂലൽ അമൽ ഇലൽ ഖൽബ്, ആ വഴിദൂരം ഉണ്ടല്ലോ, അഥവാ അമലിൻ്റെയും ഖൽബിൻ്റെയും ഇടയിലുള്ള വഴിദൂരം, അതിൻ്റെ ഇടയിൽ തന്നെ ആ കർമ്മങ്ങൾ ഖൽബിലേക്ക് എത്താതെ തട്ടിക്കൊണ്ടുപോകുന്ന ധാരാളം വഴികൊള്ളക്കാരുണ്ട്. അതായത് ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് ബാഹ്യമായി അമലായിത്തീരുന്നു, ഖൽബിൽ യഥാർത്ഥ ഇഖ്ലാസും നിയ്യത്തും സിദ്ഖോടു കൂടിയൊക്കെ ആവുന്നു എന്നുള്ളതിൻ്റെ ഇടയിൽ ആ അമലിൽ നിന്ന് ഖൽബിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വഴിദൂരമുണ്ട്. അതിൻ്റെ ഇടയിൽ ആ അമലിനെ ഖൽബിലേക്ക് എത്തിക്കാതെ തട്ടിക്കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ തട്ടിയെടുക്കുന്ന വഴികൊള്ളക്കാരുണ്ട്. ഫയകൂനു റജുലു കസീറൽ അമൽ, ഒരു വ്യക്തി ചിലപ്പോൾ ധാരാളം അമലുകൾ ചെയ്യുന്ന ആളായിരിക്കാം. വമാ വസല മിൻഹു ഇലാ ഖൽബിഹി മഹബ്ബത്തുൻ വലാ ഖൗഫുൻ വലാ റജാഉൻ, പക്ഷേ ആ അമൽ ചെയ്യുമ്പോഴൊന്നും അവൻ്റെ ഖൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടമോ ഭയമോ പ്രതീക്ഷയോ ഒന്നും ഉണ്ടാവില്ല. അർക്കാനുൽ ഇബാദത്തിൻ്റെ അർക്കാനുകളാണ് മഹബ്ബ, ഖൗഫ്, റജാ എന്നുള്ളത്. അതൊന്നും അവൻ്റെ ഖൽബിൽ കയറിയിട്ടുണ്ടാവില്ല. എന്നാൽ ബാഹ്യമായിട്ട് കുറേ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കും. വലാ സുഹ്ദും ഫിദ്ദുന്യ വലാ റഗ്ബത്തും ഫിൽ ആഖിറ, അവൻ്റെ ഖൽബിൽ ദുനിയാവിനോടുള്ളൊരു വിരക്തിയും കയറിയിട്ടുണ്ടാവില്ല, പരലോകത്തിനോടുള്ള താല്പര്യം ഉണ്ടാവില്ല. വലാ നൂറുൻ യുഫർരിഖു ബിഹി ബൈന ഔലിയാ ഇല്ലാഹി വ അദാഇഹി, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണ് എന്നും അള്ളാഹുവിൻ്റെ ശത്രുക്കൾ ആരാണ് എന്നും വേർതിരിക്കുന്ന ഒരു പ്രകാശം, ഒരു നൂറ്
അവൻ്റെ കൽബിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. കുറേ അമലുകൾ ചെയ്യുന്നുണ്ടാവും ബാഹ്യമായിട്ട്, പക്ഷേ ഈ നിലക്കൊന്നും അവൻ്റെ കൽബിൽ ഒന്നും ഉണ്ടാവില്ല. വബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നോക്കിയാൽ മതി, ചില സൂഫികൾ, ത്വരീഖത്തിൻ്റെ ആളുകൾ, അവരൊക്കെ ചെയ്യുന്ന ഇബാദത്തുകൾ, ഇപ്പോൾ ഖവാരിജികളെ പറ്റി പറയുന്നത് കേട്ടിട്ടില്ലേ? അവർ ചെയ്യുന്ന ഇബാദത്തുകൾ എങ്ങനെയായിരുന്നു? സുജൂദ് ചെയ്തിട്ട് നെറ്റി പൊട്ടി, കാൽമുട്ടുകൾ പൊട്ടി, ഖുർആൻ പാരായണം ചെയ്ത് ഏടുകളെല്ലാം ആ ഒരു അവസ്ഥയായി ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്ത് കണ്ണെല്ലാം തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹറൂരിയാക്കളെ, ഖവാരിജികളെ കാണാൻ പോകുന്നത്. അപ്പോൾ അത്രയും ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അതിന് ശേഷം വന്ന പല സൂഫികളും, പിഴച്ച സൂഫിവാദക്കാർ, ഇന്ന് നമ്മുടെ നാടുകളിലെ പല ത്വരീഖത്തിൻ്റെ ആളുകൾ, അവരൊക്കെ ഈ അമലുകളിൽ അല്ലെങ്കിൽ ഇബാദത്തുകളിൽ വളരെയധികം പണിയെടുക്കുന്ന ആളുകളെ കാണാം. പല ഖുറാഫാത്തിൻ്റെ ആളുകളും അതെ, പലതരത്തിലുള്ള അമലുകളിൽ അവരിങ്ങനെ തുടരെ നിൽക്കുന്നത് കാണാം. പക്ഷേ അവരുടെ ഉള്ളിൽ ഈ നിലക്കുള്ള ഒന്നും കയറാത്ത അവസ്ഥയുണ്ടാകും. ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. വലാ ഖുവ്വത്തുൻ ഫി അംരിഹി, അവർക്ക് ആ കാര്യങ്ങളിൽ ഒരു ശക്തിയും ഉണ്ടാവില്ല. അവരുടെ കൽബിന് യാതൊരു ബലവുമില്ലാത്ത അവസ്ഥയായിരിക്കും. ഫലൗ വസല അസറുൽ അഅമാൽ ഇലാ ഖൽബിഹി ലസ്തനാറ വഅശ്റഖ, ആ കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ, അതിൻ്റെ സ്വാധീനം അവരുടെ കൽബിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കൽബ് പ്രകാശിക്കുകയും വെട്ടിത്തിളങ്ങുകയും ചെയ്യുമായിരുന്നു. വറ അൽ ഹഖ് വൽ ബാത്തിൽ, ഹക്കും ബാത്തിലും അവർക്ക് വേർതിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. വമയ്യസ ബൈന ഔലിയാ ഇല്ലാഹി വ അദാഇഹി, അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണെന്നും അള്ളാഹുവിൻ്റെ ശത്രുക്കൾ ആരാണെന്നും അവർക്ക് വേർതിരിക്കാൻ സാധിക്കുമായിരുന്നു. വൗജബ ലഹു ദാലിക്കൽ മസീദ മിനൽ അഹ്വാൽ, അത് അവരുടെ അവസ്ഥ, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നാക്കുന്ന, ഏറ്റവും ഉത്തമമാക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ അമൽ ചെയ്യുക എന്നുള്ളതും അത് കൽബിലെത്തുക എന്നത് തമ്മിലും അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് കടന്നെത്തുമ്പോഴാണ് അമൽ ഏറ്റവും പരിപൂർണമായ നിലക്കുള്ള അമലാകുന്നത്. അതിനിടയിൽ തട്ടിയെടുക്കാനുള്ള ധാരാളം കാരണങ്ങളുമുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം വീണ്ടും പറയാണ്, സുമ്മ ബൈനൽ ഖൽബി വബൈനർ റബ്ബി മസാഫത്തുൻ, പിന്നെ അത് മാത്രമല്ല, ഒരു അമലായി കൽബിലെത്തി, പക്ഷെ ആ കൽബിൽ നിന്ന് അത് അള്ളാഹുവിലേക്ക് ഉയരാൻ, ആ കൽബ് ആ അമല് അള്ളാഹുവിലേക്ക് എത്താൻ ചില വഴിദൂരമുണ്ട്, ചില ദൂരമുണ്ട് അതിൻ്റെ ഇടയിൽ. വഅലൈഹ ഖുത്താഉൻ തംനഉ വസൂലൽ അമലി ഇലൈഹി, അതിൻ്റെ ഇടയിലും ആ അമല് ഒരുവൻ്റെ കൽബിൽ നിന്ന് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നതിൽ അത് തട്ടിയെടുക്കാനുള്ള കൊള്ളക്കാരുമുണ്ട്. മിൻ കിബിരിൻ വ ഇജാബിൻ വ ഇദ്ലാലിൻ, അഹങ്കാരം പോലെ, ഉജുബ് പോലെ, ഇദ്ലാൽ പോലെ. ഇദ്ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനൊക്കെ അവകാശപ്പെട്ട ആളാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾക്ക് ഞാൻ അവകാശിയാണ് എന്നുള്ള ന്യായം പറയുന്നവൻ. വറുഇയത്തിൽ അമൽ, ആളുകളെ കാണിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുക. വനിസ്യാനിൽ മിന്ന, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ മറന്നു പോവുക. വഇലലിൻ ഖഫിയത്തിൻ ലൗ ഇസ്തഖ്സാ ഫി തലബിഹാ ലറഅൽ അജബ്, അതുപോലെ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള, സബ്റ്റിലായിട്ടുള്ള, വളരെ ഗോപ്യമായിട്ടുള്ള കാര്യങ്ങൾ, രോഗങ്ങളുണ്ടാവും. അതിനെങ്ങാനും നീ അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലറഅൽ അജബ്, അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമായിരുന്നു. അഥവാ ഒരമല് അള്ളാഹുവിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ടുള്ള വളരെ ഗോപ്യമായിട്ടുണ്ടാകുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെയാണ് വെളിവായിട്ട്, അതൊക്കെയാണ് കാണാൻ മനസ്സിലാക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ അത്ഭുതം തോന്നുന്ന കാര്യങ്ങൾ അവൻ അത്ഭുതപ്പെട്ടു പോകുമായിരുന്നു. അവൻ ഏറ്റവും നിഷ്കളങ്കമായി ചെയ്ത കർമ്മങ്ങൾ പോലും ഇതുപോലെയുള്ള എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചതായിട്ട്. വമിൻ റഹ്മത്തില്ലാഹി തആല, ഇബ്നുൽ ഖയ്യിം പറയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് സിത്റുഹ അലാ അക്സരിൽ ഉമ്മാൽ, ഈ വളരെ ഗോപ്യമായിട്ടുള്ള കുറവുകളൊക്കെ ഇത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, കർമ്മം ചെയ്യുന്ന ആളുകളുടെ മേലെ അള്ളാഹു മറച്ചു വെച്ചു എന്നുള്ളത്. ഇദ് ലൗ റഔഹാ വഅയനൂഹാ ലവഖഉ ഫീമാ ഹുവ അശദ്ദു മിൻഹാ, ഇനി അതെങ്ങാനും അവരുടെ മുമ്പിൽ വെളിവായിരുന്നുവെങ്കിൽ, അവർ കണ്ടിരുന്നുവെങ്കിൽ, അഥവാ അവരുടെ അമലുകളിൽ വരുന്ന ഗോപ്യമായിട്ടുള്ള കുറവുകളെങ്ങാനും അവർക്ക് മനസ്സിലായി ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ, ആ അമലുകളിലെ ചെറിയ കുഴപ്പങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ അപകടം പറഞ്ഞൊരു കാര്യത്തിലാണ് പിന്നെ അവർ പോയി വീഴുമായിരുന്നത്. അത് വീഴാതിരിക്കാൻ അള്ളാഹു അവരുടെ മേലെ അത് മറച്ചു വെച്ചു എന്ന് മാത്രം. എന്തിലാ പെടുക? മിനൽ യഅ്സി വൽ ഖനൂതി വൽ ഇസ്തിഹ്സാരി വ തർക്കിൽ അമലി വ ഖുമൂദിൽ അസ്മി വ ഫുതൂരിൽ ഹിമ്മ, അവൻ നിരാശയിലും പ്രതീക്ഷയറ്റവനായിട്ടും നാശം സംഭവിച്ചവനായിട്ടൊക്കെ കർമ്മങ്ങൾ ഒഴിവാക്കുന്ന അവസ്ഥയിൽ പിന്നെ ഒരു കർമ്മങ്ങൾ ചെയ്യാനൊരു നിശ്ചയമോ ഉദ്ദേശമോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായിത്തീരും. അഥവാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇന്ന കുറവുകളുണ്ടല്ലോ എന്നുള്ള നിലക്കാണ് ഒരാൾ എല്ലാം അറിഞ്ഞിരുന്നുവെങ്കിൽ
അവൻ പിന്നെ ഒരു കർമ്മം ചെയ്യാത്ത അവസ്ഥയിൽ ആകുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല അവൻ്റെ കാരുണ്യമായിക്കൊണ്ട് ധാരാളം ഇതുപോലെ അവൻ്റെ കർമ്മങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ കുറവുകൾ അല്ലാഹു തആല അവൻ്റെ മേലെ മറച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എത്ര കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ഏറ്റവും ഇഖ്ലാസോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും അതിന് ചില കുറവുകളുണ്ട് എന്നുള്ളൊരു ബോധം, ഞാൻ ഇപ്പോഴും ശരിയായിട്ടില്ല എന്നുള്ളൊരു ബോധം, ആ ഒരു പേടി സ്വന്തത്തിൽ ഉണ്ടാകും. ആർക്ക്? യഥാർത്ഥ രൂപത്തിൽ ഇനാബത്ത് ചെയ്യുന്നൊരുവന്. അവൻ എപ്പോഴും അത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും. അതല്ലാതെ ഞാൻ തൗബ ചെയ്ത് മടങ്ങി, ഞാനെല്ലാം റെഡിയായി, ഞാനാണിപ്പോൾ ഇനി ഏറ്റവും നല്ല ആൾ, ഇനി ഞാൻ മരിച്ചാൽ മതി സ്വർഗത്തിൽ കയറാൻ എന്നുള്ള ചിന്തയിലായിരിക്കില്ല ഒരാളുടെ ജീവിതം ഉണ്ടാവുക എന്നാണ് ഇതിൻ്റെ ആകത്തുക. അപ്പോൾ തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മൻസിലത്ത് ഇനാബത്തിൻ്റെയാണ്. ഇനാബത്തിൽ അവൻ ഏറ്റവും പരിശ്രമിക്കുകയും എന്നാൽ സ്വന്തത്തിൽ ആ ഭയപ്പാടോടുകൂടി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അടുത്ത മൻസിലത്ത് മൻസിലത്തു തദക്കുർ. മൻസിലത്തു തദക്കുർ. തദക്കുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമുള്ള, നമുക്ക് അറിവ് കിട്ടിയിട്ടുള്ള, നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യത്തെ വീണ്ടും ഉറ്റാലോചിക്കുന്ന, അല്ലെങ്കിൽ എങ്ങാനും മറന്നു പോവുകയോ അല്ലെങ്കിൽ അശ്രദ്ധമായി പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും ആലോചിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നതിനാണ് തദക്കുർ എന്ന് പറയുന്നത്. തദക്കുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുമ്പേ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അത് നമ്മൾ പക്ഷേ എന്തെങ്കിലും കാരണത്താൽ മറന്നു പോവുകയോ നമ്മൾ അശ്രദ്ധമായി പോവുകയൊക്കെ ചെയ്യും. അതിനെക്കുറിച്ച് വീണ്ടും ആലോചിക്കുന്ന ഒരു അവസ്ഥ. ثم ينزل القلب منزلة التذكر. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, മൻസിലത്ത് തൗബ കഴിഞ്ഞ് ഇനാബത്തിൻ്റെ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഖൽബ് എത്തിച്ചേരുന്നത് മൻസിലത്തു തദക്കുറിലാണ്. ഇത് സത്യത്തിൽ നമ്മൾ തുടക്കത്തിലുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖൽബ് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മുടെ ഖൽബ് എത്തിച്ചേരുന്ന ഓരോ മൻസിലത്തുകളാണ്. എത്തിച്ചേർന്ന ആളുകളുണ്ടാകും, ചിലപ്പോൾ ആദ്യമായി കേൾക്കുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ അനുഭവിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയവരുണ്ടാകും. ആളുകൾ വ്യത്യസ്തരായിരിക്കും. പക്ഷേ ഒരുവൻ്റെ ഖൽബ് അവൻ്റെ ജീവിതത്തിൽ ഇതിലുള്ള മൻസിലത്തുകളിൽ, അധിക മൻസിലത്തുകളിലും കടന്ന് പോകുന്നുണ്ടാകും, അല്ലെങ്കിൽ ഇനി പോകും, അല്ലെങ്കിൽ അത് സംഭവിക്കാൻ ഇരിക്കുന്നു എന്ന നിലയ്ക്ക്. അപ്പോൾ ഒരാൾ തൗബ കഴിഞ്ഞ് ഇനാബത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനുണ്ടാകുന്നത് മൻസിലത്തു തദക്കുറാണ്. വഹുവ ഖരീനുൽ ഇനാബ. അത് ഇനാബത്തിനോട് ചേർന്നിട്ടുള്ളൊരവസ്ഥയാണ് തദക്കുറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഖാല തആല, അല്ലാഹു തആല സൂറത്തു ഗാഫിറിലെ 13-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ യതദക്കറു ഇല്ലാ മൻ യുനീബ്. ഇനാബത്തുള്ളവനല്ലാതെ തദക്കുറുണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് ഇനാബത്ത് ചെയ്തവനാണ് അവൻ അറിയുന്ന പല കാര്യങ്ങളെയും കുറിച്ചും വീണ്ടും വീണ്ടും ആലോചിക്കുന്ന ഒരവസ്ഥയുണ്ടാവുക. വഹുവ മിൻ ഖവാസി ഉലിൽ അൽബാബ്. അത് ബുദ്ധിയുള്ള ആളുകളുടെ പ്രത്യേകതകളിൽ പെട്ടതാണ്. കമാ ഖാല തആല, ഏതുപോലെ അല്ലാഹു തആല പറഞ്ഞു, അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിൻ റബ്ബികൽ ഹഖ് കമൻ ഹുവ അഅ്മാ. നിന്റെ റബ്ബ് നിന്നിലേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ഈ ഹഖിനെ കുറിച്ച് അറിയുന്നവൻ അന്ധനെ പോലെയാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകളാണ് തദക്കുറുള്ളവരാവുക. ബുദ്ധിയുള്ള ആളുകൾക്കാണ് ഈ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു കാര്യമൊക്കെ മുമ്പേ അറിഞ്ഞിട്ടുണ്ടാകും. പുതിയൊരു അറിവുണ്ടാവുന്ന കാര്യമില്ല, മുമ്പ് അറിവുണ്ടാകും. പക്ഷേ അത് മറന്നു പോവുകയോ അശ്രദ്ധമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ആലോചിച്ചെടുക്കുന്നത്. والتذكر والتفكر منزلان يثمران أنواع المعارف. തദക്കുർ തഫക്കുർ എന്നുള്ള രണ്ട് മൻസിലത്തുകൾ അത് വലിയ അറിവുകളെ, വലിയ മനസ്സിലാക്കലിനെ, മഅരിഫകളെ, വ്യത്യസ്ത ഇനത്തിലുള്ള ബോധ്യപ്പെടലിനെ ഉണ്ടാക്കിത്തരുന്ന കാര്യമാണ് തദക്കുറും തഫക്കുറും. തഫക്കുർ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം, തദക്കുറും തഫക്കുറും തമ്മിൽ വ്യത്യാസം. തഫക്കുർ എന്നുള്ളത് പുതുതായി ഒരു കാര്യത്തെ ഉറ്റാലോചിച്ച് മനസ്സിലാക്കിയെടുക്കുന്നതിനാണ് തഫക്കുർ എന്ന് പറയുക. തഫക്കുർ ചെയ്ത് ഉണ്ടാകുന്ന കാര്യത്തെയാണ് പിന്നെ തദക്കുർ ചെയ്യേണ്ടത്. തഫക്കുർ എന്ന് പറഞ്ഞാൽ ഒരു ആയത്ത്, ഒരു ഹദീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സംഭവം, ഒരു ഇബറത്ത്, അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ച് അതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയെടുക്കുന്നതിന് തഫക്കുർ. ഈ മനസ്സിലാക്കിയെടുത്ത കാര്യം പിന്നീട് വീണ്ടും അതിനെ ഓർക്കുന്നതിന് തദക്കുർ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം.
അപ്പോൾ ഈ രണ്ട് മൻസിലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സമറത്തുകൾ വളരെ വലുതാണ്. പല മുൻഗാമികളും അബൂദർദാ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഉമ്മുദർദാ റളിയല്ലാഹുവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു അബൂദർദാ റളിയല്ലാഹുവിൻ്റെ ഏറ്റവും മഹത്തായ ഇബാദത്ത്? അപ്പോൾ അവർ പറഞ്ഞത്, ഉമ്മുദർദാ അറിയപ്പെട്ട ആലിമത്താണ്, പിന്നെ ബാക്കിയുള്ള സഹാബികളും താബിയങ്ങളൊക്കെ ഇൽമു നേടിയിരുന്ന വ്യക്തിയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ആലിമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ദമസ്കസിൽ ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഉമ്മുദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് തഫക്കുറായിരുന്നു എന്ന്. ഉലമാക്കൾ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞത് കാണാം, രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്താണ് 1 മണിക്കൂർ നേരം കുറഞ്ഞ നേരം തഫക്കുറോടുകൂടി ഇരിക്കുക, അല്ലെങ്കിൽ തഫക്കുറോടുകൂടി 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. കാരണം ഒരാളുടെ ഈമാനിൽ വളരെ വലിയ മാറ്റമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ സഹായിക്കുന്ന, അവൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റമുണ്ടാക്കുന്ന, അവൻ്റെ അമലുകളെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് തഫക്കുർ ഉണ്ടാവുക, ഉറ്റാലോചിക്കുക എന്നുള്ളത്. തഫക്കുറില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ദീനിൽ ഉയരാനോ അള്ളാഹുവിലേക്ക് അടുക്കാനോ ഒന്നും സാധിക്കില്ല. അവരൊരു മുഖല്ലിദായ നിലക്ക് പോവും. അവർ മുസ്ലിം ആയിരിക്കും, അവരുടെ ജീവിതം അള്ളാഹിനനുസരിച്ചിട്ടായിരിക്കും, പക്ഷേ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ തഫക്കുറില്ലാത്ത ആളുകൾക്ക് സാധിക്കുകയില്ല. എന്നിട്ട് പറയുകയാണ്, ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. വഹഖായിഖൽ ഈമാനി വൽ ഇഹ്സാൻ, ഈമാനിൻ്റെയും ഇഹ്സാനിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ അവന് ബോധ്യപ്പെടും തഫക്കുറോടുകൂടി. ഈമാൻ ഇഹ്സാൻ എന്നുള്ളത് ഇസ്ലാം, ഈമാൻ ഇഹ്സാൻ ദീനിൻ്റെ ഉന്നതമായ മർത്തബകളാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഈ തഫക്കുറോടുകൂടിയും അതിനെ വീണ്ടും ആലോചിച്ചും ഉറ്റാലോചിച്ചും അതിനെ വീണ്ടും വീണ്ടും ആലോചിച്ചും ഉണ്ടാകും. فالعارف لا يزال يعود بتفكره على تذكره وبتذكره على تفكره. ഒരു ഇങ്ങനെ ബോധ്യപ്പെടുന്ന ഒരാൾ, ഒരു ആരിഫ്, അവൻ എന്ത് ചെയ്യും? അവൻ എപ്പോഴും അവൻ തദക്കുർ ചെയ്ത കാര്യങ്ങളുടെ മേലെ തഫക്കുർ ഉണ്ടാവുകയും അവൻ തഫക്കുർ ചെയ്ത കാര്യങ്ങളുടെ മേലെ തദക്കുർ ഉണ്ടാവുകയും ചെയ്യുന്നവനായിരിക്കും. അഥവാ ഒരു കാര്യത്തെ ഉറ്റാലോചിച്ച് കിട്ടിയ റിസൾട്ട് അവൻ വീണ്ടും വീണ്ടും ആലോചിക്കും. ആ റിസൾട്ട് ആലോചിക്കുന്നത് വീണ്ടും ഉറ്റാലോചിക്കും, അതിൻ്റെ മേലെ വീണ്ടും അത് ആവർത്തിച്ച് ആലോചിക്കും. അങ്ങനെയുള്ളവനായിരിക്കും. ഹത്താ യഫ്തഹ ഖുഫ്ല ഖൽബിഹി, ഹത്താ യുഫ്തിഹ ഖുഫ്ല ഖൽബിഹി ബിഇദ്നിൽ ഫത്താഹിൽ അലീം. അവൻ്റെ ഖൽബിൻ്റെ പൂട്ടുകൾ അവൻ തുറക്കുന്നത് വരെ ഫത്താഹും അലീമുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളെ വെച്ച് പറയാണ്. അള്ളാഹു തആലയുടെ അനുവാദത്തോടുകൂടി അവൻ്റെ ഖൽബുകളുടെ പൂട്ടുകൾ തുറക്കുന്നത് വരെ അവൻ എന്താകും? അവൻ അതിനെക്കുറിച്ച് എന്തായിരിക്കും? തഫക്കുർ നടത്തുന്നവനെ തന്നെ ആയിരിക്കും. അവൻ തുറക്കുന്നത് വരെ അവൻ അങ്ങനെ, അല്ലെങ്കിൽ ഹത്താ യുഫ്തഹ തുറക്കപ്പെടുന്നത് വരെ അവൻ ഖുഫ്ലു ഖൽബിഹി, അവൻ അതിനെക്കുറിച്ച് തദക്കുറും തഫക്കുറും ഉള്ള ആളായിരിക്കും. ഖാല ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ്, ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, മാ സാല അഹ്ലുൽ ഇൽമി യഊദൂന ബിത്തദക്കുരി അല തഫക്കുർ. അഹ്ലുൽ ഇൽമി, ഇൽമിൻ്റെ ആളുകൾ എപ്പോഴും തഫക്കുറിൻ്റെ മേലെയും തഫക്കുരി അല തദക്കുറിൻ്റെ മേലെ തഫക്കുറും അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലായല്ലോ? തഫക്കുർ പറഞ്ഞ ഒരു കാര്യം ഖുർആനോ ഹദീസോ ഇബ്രത്തായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉറ്റാലോചിച്ച് അവൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. അതിനെ വീണ്ടും ആലോചിക്കുന്നത് തദക്കുർ. ആ വീണ്ടും ആലോചിച്ച കാര്യത്തിന് മേലെ വീണ്ടും അവൻ പുതിയ കാര്യങ്ങൾ ഉറ്റാലോചിക്കും. അങ്ങനെ അത് കിട്ടുന്നത് വീണ്ടും ആലോചിക്കും. അങ്ങനെ യുനാത്തിഖൂനൽ ഖുലൂബ ഹത്താ നതഖത്, അവൻ്റെ കൽബുകളോട് അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആ കൽബ് തിരിച്ച് സംസാരിക്കുന്നവരെ, ആ കൽബ് തിരിച്ച് അവനോട് സംസാരിക്കുന്നവരെ ഈ തഫക്കുറും തദക്കുറും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫമൻസിലത്തു തദക്കുർ മിന തഫക്കുരി മൻസിലത്തു ഹുസൂലി ശൈഇൽ മത്ലൂബി ബഅദ തഫ്തീഷി അലൈഹി. തഫക്കുറിൽ നിന്ന് തദക്കുറിൻ്റെ മൻസിലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനൊരു കാര്യം അന്വേഷിച്ച് പിന്നെ നേടിയെടുക്കലാണ്. ഏതിനു ശേഷം അവനൊരു കാര്യം കുറേ അന്വേഷിച്ചു, അതാണ് തഫക്കുർ. അതിനുശേഷം അത് കിട്ടുന്നതിനാണ് തദക്കുർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥം. വലിഹാദാ കാനത്ത് ആയാത്തുല്ലാഹിൽ മത്ലൂവതു വൽ മഷ്ഹൂദതു ദിക്റ. അതുകൊണ്ടാണ്
പാരായണം ചെയ്യപ്പെടുന്ന അള്ളാഹുവിൻ്റെ ആയത്തുകൾ അതിലൂടെ എന്ത് ലഭിക്കുന്നത്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന ആ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ മഹത്തായ ആയത്തുകളിലൂടെ ദിക്ർ ലഭിക്കുന്നത്, ഉത്ബോധനം ലഭിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം തഫക്കുർ ചെയ്ത് തദക്കുർ ഉണ്ടാവുന്നതുകൊണ്ടാണ്. കമാ ഖാല ഫിൽ മത്ലൂവതി, പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനിൻ്റെ ആയത്തുകളിൽ വന്നിട്ടുള്ള പോലെ വലഖദ് ആതൈന മൂസൽ ഹുദ വൗറസ്ന ബനി ഇസ്രായേൽ കിതാബ്, മൂസാ നബി അലൈഹി ഇസ്ലാമിന് നാം ഹിദായത്ത് നൽകി അഥവാ കിതാബ് അത് അനന്തരമായിട്ട് ബനു ഇസ്രായേലുകൾക്കും നൽകി. ഹുദം വദിക്റാ ലി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് നേർമാർഗത്തിനും അതുപോലെ തന്നെ ദിക്റ തദക്കുറിനും വേണ്ടിയാണത്. ആ നൽകുന്ന കിതാബിൽ ദിക്റുണ്ട് എന്നുള്ളത് സൂറത്ത് ഗാഫിറിലെ 53-54. ഇവിടെ പാരായണം ചെയ്യപ്പെടുന്ന അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അള്ളാഹു ഇറക്കിയിട്ടുള്ള കിതാബുകൾ അതല്ലാതെയുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്, ആയാത്തുകളുണ്ട്, ഭൗതികമായിട്ടുള്ള ആയത്തുകൾ, ബാക്കിയുള്ള മുഅ്ജിസാത്തുകളൊക്കെ ഉണ്ട്. പാരായണം ചെയ്യപ്പെടുന്നതിൽ തന്നെ ദിക്റിനെ പറ്റി പറഞ്ഞത്. വഖാല തആല ഫി ആയാതിഹിൽ മഷ്ഹൂദ, തെളിവായിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പിന്നെ സാക്ഷ്യമാക്കപ്പെടുന്ന ഒരായത്തിൽ അല്ലാഹു തആല പറഞ്ഞ സൂറത്തു ഖാഫിൽ വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹും അശദ്ദു മിൻഹും ബത്ഷൻ ഫനഖബു ഫിൽ ബിലാദി ഹൽ മിൻ മഹീസ്, ഇവർക്ക് മുമ്പ് എത്ര ആളുകളാണ് നശിപ്പിക്കപ്പെട്ടുള്ളത് അവരുടെ നാടുകളിൽ. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസം വഹുവ ഷഹീദ്. ഈ ദൃഷ്ടാന്തങ്ങളിൽ ഇപ്പം നേരത്തെ പറഞ്ഞത് മത്ലൂവത്തായിട്ടുള്ള പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകളെ ദൃഷ്ടാന്തമാണെങ്കിൽ ഒരുത്തന് ബോധ്യപ്പെടുന്ന സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് മുമ്പ് എത്ര ആളുകൾ അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യം ഇന്ന ഫീ ദാലിക ലദിക്റ, അതൊരു ദിക്റാണ്, ഉത്ബോധനമാണ്. ലിമൻ കാന ലഹു ഖൽബുൻ, ആർക്കാണോ ഖൽബുള്ളത്, ഔ അൽ ഖസം, ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത്, വഹുവ ഷഹീദ്, ആ ഖൽബ് അവൻ ഷഹീദ് ആയിക്കൊണ്ട് അവൻ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുന്ന കേൾക്കുന്ന ആളായിക്കൊണ്ടുള്ളത്, അവർക്കതിൽ ദിക്റുണ്ട് എന്നുള്ളത്. ഈ ഒരു ആയത്തിനെ സൂറത്ത് ഖാഫിൻ്റെ ഈ ഒരു ആയത്തിനെ വിശദീകരിച്ച് സൂറത്ത് ഖാഫ് മൊത്തം വിശദീകരിക്കുന്ന ഒരു രീതി ഇബ്നുൽ ഖയ്യിമിന് കിതാബുൽ ഫവായിദിലെ ആദ്യത്തെ ഫസ്ൽ തന്നെ ഇതാണ്. ഈ ഒരു ആയത്തിനെ കൊടുത്തിട്ട് എന്താണ് ഖൽബും അൽഖസമും ഷഹീദും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അതെന്തിനാണ് സൂറത്ത് ഖാഫിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പുള്ള 36 മുമ്പുള്ള ആയത്തുകളെല്ലാം വളരെ മനോഹരമായി വിശദീകരിക്കുന്ന ഒരു ഫസ്ലാണ് കിതാബുൽ ഫവായിദിലെ ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുൽ ഫവായിദിലെ ഒന്നാമത്തെ ഫസ്ല് എന്നുള്ളത്. ഇനി ആളുകളുടെ അവസ്ഥകൾ. വന്നാസു സലാസത്തുൻ, ആളുകൾ 3 തരത്തിലുണ്ടാകും. റജുലുൻ ഖൽബുഹു മയ്യിതുൻ, ഒന്നാമത്തെ വ്യക്തി അവൻ്റെ കൽബ് ചത്തുപോയിട്ടുണ്ടാകും. ഫദാലിക അല്ലദീ ലാ ഖൽബ ലഹു, അവന് കൽബില്ലാത്തൊരവസ്ഥയായിരിക്കും. ഫഹാദാ ലൈസത് ഹാദിഹിൽ ആയത്തു ദിക്റാ ഫീ ഹഖ്ഖിഹി, അവന് ഈ ആയത്ത് എന്താകാൻ പോകുന്നില്ല, അതിൻ്റെ ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് ആ കണക്കിനുള്ള ഒരു ഉത്ബോധനമൊന്നും ആവാൻ പോകുന്നില്ല. കാരണം അവൻ്റെ കൽബ് ചത്തുപോയിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ കൽബ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഹാർട്ട് എന്നോ ഹൃദയം എന്നോ പറയുന്ന ഒരു കാര്യം എന്നാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കാറുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗമാണ് കൽബ് എന്നുള്ളത്. പക്ഷേ അത് ശരീരത്തിലേക്ക് രക്തം അടിച്ചു കൊടുക്കുന്ന ജോലി ചെയ്യുന്ന ഒരു അവയവം എന്നുള്ള നിലക്കല്ല ദീനിൽ കൽബിനെ പറ്റി പറയുന്നത്. അതിനേക്കാൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ്. അതുകൊണ്ടാണ് ചത്തു എന്ന് പറയുന്നത്. അസാനി, രണ്ടാമത്തെ ആള് റജുലുൻ ലഹു ഖൽബുൻ ഹയ്യുൻ മുസ്തഇദ്ദുൻ, അതായത് ഞാൻ ഇവിടെ പറയുന്നത് വെച്ചാൽ കൽബും മയ്യിത്തായ കൽബുള്ള ഒരുവന് നല്ല ആരോഗ്യം ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ അവൻ്റെ കൽബ് മയ്യിത്തായിട്ടുണ്ടാവുമെന്ന് മാത്രം. കാഫിരീങ്ങളല്ലേ. രണ്ടാമത്തേത് റജുലുൻ ലഹു ഖൽബുൻ ഹയ്യുൻ മുസ്തഇദ്ദുൻ, അവന് ജീവനുള്ള പിന്നെ നല്ല എല്ലാവിധ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൽബായിരിക്കും. ലാക്കിന്നഹു, പക്ഷേ ഗൈറു മുസ്തമിഇൻ ലിൽ ആയാത്തിൽ മത്ലൂവ, പക്ഷേ പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകൾ ശ്രദ്ധയോടുകൂടി അവൻ കേൾക്കുകയില്ല. അവൻ്റെ കൽബിന് ആരോഗ്യമൊക്കെ ഉണ്ടാവും, പക്ഷേ ജീവനൊക്കെ ഉണ്ടാവും, ശ്രദ്ധിച്ച ആയത്തുകളും കേൾക്കൂല. അതാണ് ലഹു ഖൽബുൻ ഔ അൽഖസം വഹുവ ഷഹീദ് എന്നുള്ള പറയുന്ന. അല്ലത്തി യുഖ്ബിറു ബിഹ അല്ലാഹു അനിൽ ആയാത്തിൽ മഷ്ഹൂദ, പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകളാവട്ടെ അല്ലെങ്കിൽ ഈ ലോകത്ത് സംഭവിച്ചു പോയ അവന് സാക്ഷിയാകാൻ സാധിക്കുന്ന രീതിയിലുള്ള ആവട്ടെ, അതൊന്നും അവന് ഒന്നും കേൾക്കൂല, അവന് മനസ്സിലാവൂല. ഇമ്മാ ലിഅദമി ഉറൂദിഹ ഔ ലിവുസൂലിഹ ഇലൈഹി വലാകിൻ ഖൽബുഹു മശ്ഗൂലുൻ അൻഹാ ബിഗൈരിഹ, അവനെ ആ കാര്യങ്ങളിലേക്ക് എത്താത്തത് കൊണ്ടോ അല്ലെങ്കിൽ എത്തിയിട്ടും ഈ കാര്യങ്ങളെല്ലാം കേൾക്കാനും ഇതിനുള്ള അവസരം കിട്ടിയിട്ടും അവൻ്റെ കൽബ് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ തിരക്കിലാണ്, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും ഇതൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഫഹുവ ഗായിബുൽ ഖൽബ്,
അവന് കൽബിന് ജീവനുണ്ടെങ്കിലും ആ കൽബ് ഒരു ആബ്സെൻ്റ് ആയി കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാവുക. ലൈസ ഹാദിറൻ, അത് ഹാദിറായ കൽബാവൂല, അവിടെ ഹാജിറായിട്ടുള്ള കൽബാവൂല. ഫഹാദ ഐദൻ ലാ തഹ്സുലു ലഹു ദിക്റ, അവനും എന്ത് കിട്ടാൻ പോകുന്നില്ല, ദിക്ർ ഉണ്ടാകാൻ പോകുന്നില്ല, തദക്കുർ ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു ഉത്ബോധനം അതിന് കിട്ടാൻ പോകുന്നില്ല. മഅസ്തിഅദാദിഹി വവുജൂദി ഖൽബിഹി, കൽബുണ്ടായിട്ടും അവൻ എന്താകാൻ പോകുന്നില്ല, അതിനൊരു ദിക്റും കിട്ടാൻ പോകുന്നില്ല. വസാലിസ്, മൂന്നാമത്തെ കൂട്ടം ആളുകൾ റജുലുൻ ഹയ്യുൽ ഖൽബി മുസ്തഇദ്ദുൻ, ജീവനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ഒരു കൽബ്. തുലിയത്ത് അലൈഹിൽ ആയാതു, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ ഫസ്ഗാ ബിസംഇഹി വഹ്ദറ ഖൽബഹു അവൻ അവൻ്റെ കാതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുകയും അവൻ്റെ കൽബ് ഏറ്റവും ശ്രദ്ധയോടുകൂടി അത് ശ്രദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിലാക്കും. വലം യശ്ഗൽഹു ബിഗൈരി ഫഹ്മിൻ മാ യസ്മഉഹു, അവൻ കേൾക്കുന്ന കാര്യം മനസ്സിലാക്കുന്നതിൽ നിന്ന് വിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ അവൻ ശ്രദ്ധ തെറ്റിക്കൂല. അവൻ പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുന്ന അവസ്ഥയിലായിരിക്കും. വഹുവ ഷാഹിദുൽ ഖൽബ്, അവനാണ് ഷാഹിദുൽ ഖൽബ്, കൽബ് സാക്ഷ്യം വഹിക്കുന്നവനായിട്ടുള്ളവൻ അവനാണ്. ഈ സൂറത്തുൽ ഖാഫിൽ പറഞ്ഞ പോലെ മുൽഖിൻ സംഅ, കേൾവി ശ്രദ്ധയോടുകൂടി കേൾവിയുള്ളവനായിട്ടുള്ളവൻ അവനാണ്. ഹാദൽ ഖിസ്മു ഹുവല്ലദീ യൻതഫിഉ ബിൽ ആയാത്തിൽ മത്ലൂവ വൽ മഷ്ഹൂദ, ഇങ്ങനെയുള്ളവനാണ് പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകളാവട്ടെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാണപ്പെടുന്ന ബോധ്യപ്പെടുന്ന ആയത്തുകളാവട്ടെ അതിൽ നിന്നെല്ലാം ഉപകാരം കിട്ടുന്നവൻ ഇങ്ങനെയുള്ള ആളുകളായിരിക്കും. കൽബ് വെറുതെ കൽബുണ്ടായ പോലെ, ചില ആളുകൾ കൽബുണ്ടാവില്ല, ചില ആളുകൾ കൽബുണ്ടാവും പക്ഷേ ശ്രദ്ധ ഉണ്ടാവില്ല. കൽബുണ്ടാകണം, അത് അൽഖസമു ആയിരിക്കും, മുൽഖിസ്സമു ആയിരിക്കണം, ഷഹീദും ആയിരിക്കണം. അവൻ്റെ ശ്രദ്ധയോടുകൂടി കേട്ട് അത് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലുള്ളവനാണ് യഥാർത്ഥ തദക്കുർ ഉണ്ടാവുകയുള്ളൂ. എന്നൊരു മുഖയും പറയും. മൂന്നാളുകളെ പറഞ്ഞല്ലോ, എന്നിട്ട് പറയാണ് ഫൽ അവ്വൽ, ഒന്നാമത്തെ ആള് ബിമൻസിലത്തിൽ അമൽ ലദീ ലാ യുബ്സിർ, അന്ധനെ പോലെയാണ്, ഒന്നും കാണാത്ത, കണ്ണ് കാണാത്ത അന്ധനെ പോലെയുള്ള സ്ഥാനത്തുള്ളവനാണ് ഒന്നാമത്തെ ആൾ, മയ്യിത്തായ കൽബുള്ളവൻ. വസാനി, രണ്ടാമത്തേത് ബിമൻസിലത്തിൽ ബസീർ ത്താമിഹ് ബിബസ്രിഹി ഇലാ ഗൈരി ജിഹത്തിൽ മൻദൂർ ഇലൈഹി, രണ്ടാമത്തെ ആൾ കാഴ്ചയുള്ളവനാണ് പക്ഷെ തോന്നിയ പോലെ നോക്കുക. ബസീർ ത്താമി എന്ന് പറഞ്ഞാൽ നോക്കണ്ടോടത്ത് നോക്കാതെ വേറെ എങ്ങനെയും നോക്കുന്നവനാ പറയാം. അപ്പോൾ അങ്ങനെ വേറെ മേലോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നോക്കുന്നവനെ പോലെ ബിബസ്രിഹി ഇലാ ഗൈരി ജിഹത്തിൽ മൻദൂർ ഇലൈഹി, നോക്കേണ്ട സ്ഥലത്തേക്ക് ഒന്നും നോക്കില്ല, വേറെ എങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഫകിലാഹുമാ ലാ യറാഹു, രണ്ടാളും കാണാൻ പോകുന്നില്ല. അന്ധൻ എന്തായാലും കാണൂല, മറ്റേ ആൾ നോക്കണ്ടോടത്ത് നോക്കൂല, വേറെ എന്തെങ്കിലും നോക്കിയിരിക്കും, അവനും കാണാൻ പോകുന്നില്ല. വസാലിസ്, മൂന്നാമത്തേത് ബിമൻസിലത്തിൽ ബസീറില്ലദീ ഖദ് ഹദ്ദഖ ഇലാ ജിഹത്തിൽ മൻദൂർ ഇലൈഹി, മൂന്നാമത്തെ ആൾ കാഴ്ചയുള്ളവനാണ്, ആ കാഴ്ച വളരെയധികം ശ്രദ്ധയോടുകൂടി പോയിന്റ് ചെയ്തിട്ട് എന്തിലേക്കാണ് നോക്കേണ്ടത് അതിലേക്ക് തന്നെ സൂക്ഷ്മമായി നോക്കുന്നവനാണ്. വഅത്ബഅഹു ബസറഹു, അവൻ്റെ ദൃഷ്ടി അതിലേക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. വഖാബലഹു അലാ തവസ്സുതി മിനൽ ബുഅദി വൽ ഖുർബ്, അത് ഏറ്റവും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിദൂരത്തും അടുത്തും അല്ലാത്ത രീതിയിൽ അതിനെ കൃത്യമായിട്ട് അതിനെ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവൻ. ഫഹാദ ഹുവല്ലദീ യറാഹു, അവനാണ് യഥാർത്ഥത്തിൽ അതിനെ കാണുന്നത്. അഥവാ അതിര് കവിയാതെയും അലംഭാവം കാണിക്കാതെയും കൃത്യമായ നിലക്ക് അതിനെ മനസ്സിലാക്കി എടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കാണുന്നവൻ. ഫസുബ്ഹാന മൻ ജഅല കലാമഹു ശിഫാഅൻ ലിമാ ഫിസ് സുദൂർ, അവൻ്റെ കലാമുകൾ കൽബിൻ്റെ രോഗത്തിന് ശിഫയാക്കിയിട്ടുള്ള അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്ന് പറയാണ്. അതിൻ്റെ ആശയം എന്താണ്? ഈ ഖുർആനിൻ്റെ ആയത്തുകൾ കൽബിന് ശിഫ ആകണമെങ്കിൽ അതിൽ നിന്ന് ഈ ദിക്ർ ലഭിക്കണം, തദക്കുറുണ്ടായിരിക്കണം. തദക്കുറുണ്ടാകണമെങ്കിൽ ഒന്ന് ജീവസുറ്റ കൽബും അതോടുകൂടി ശ്രദ്ധയോടുകൂടിയുള്ള കേൾവിയും, അതിനെ വേറൊന്നിലേക്കും അശ്രദ്ധമാകാതെ കൽബ് അതിലേക്ക് സാക്ഷ്യമായി ആയിക്കൊണ്ട് ഹാദിറായിക്കൊണ്ടുള്ള കൽബ് കൊണ്ടുള്ള ചിന്തയുണ്ടാകുമ്പോഴാണ് ഖുർആനിൻ്റെ ആയത്തുകൾ അവൻ്റെ രോഗങ്ങൾക്കുള്ള ശിഫ ആയിട്ട് മാറുക എന്നുള്ളത്. ഇനി തദക്കുറിൻ്റെ ബാബിൽ ധാരാളം കാര്യങ്ങൾ ഇബ്നു ഖയ്യിം ചർച്ച ചെയ്യുന്നുണ്ട്. മൻസിലത്തു തൗബ പോലെ തന്നെ അത്രയില്ലെങ്കിലും കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.